നീ ഞങ്ങളെ നാണം കെടുത്ത് കേട്ടോ. ഈ ഒരു ഡയലോഗ് ജീവിതത്തിൽ പറയേണ്ടി വന്നിട്ടുണ്ടോ മക്കളോട്? ഈ മത്സരാധിഷ്ഠിത ലോകത്തെ മക്കളെല്ലാത്തിലും ഒന്നാം സ്ഥാനത്ത് എത്തിക്കാനായിട്ട് നോക്കുമ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാകും. പുതുപ്പള്ളി കൈരളി നേഴ്സറിലാണ് ആശാൻ പഠിക്കുന്നത്. കഴിഞ്ഞ വർഷം, അതായത് ഇവൻ്റെ 4ാമത്തെ വയസ്സിൽ അവിടെ പ്രധാനമായിട്ടും 2 കലാമത്സരങ്ങളാണ് നടത്താറുള്ളത്. ഫാൻസി ഡ്രസ്സും ഫാഷൻ ഷോയും. അതിൽ ആശാൻ്റെ ഇഷ്ടമായിരുന്നു പട്ടാളക്കാരനായിട്ട് ഒരുങ്ങാൻ. അങ്ങനെ പട്ടാളക്കാരനായിട്ട് ഭംഗിയായിട്ട് ഒരുങ്ങി നമ്മുടെ എ ആർ റഹ്മാൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, വന്ദേമാതരം മ്യൂസിക്കൊക്കെ വെച്ച് കൊടുത്തു. ഇവിടെ ഭയങ്കര റിഹേഴ്സലും പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ, സല്യൂട്ട് അടിക്കണം, ജയ് ഹിന്ദ് പറയണം, എല്ലാം സെറ്റ് റെഡി. അങ്ങനെ സ്റ്റേജിലേക്ക് മത്സരിക്കാൻ വേണ്ടി ആശാൻ കയറുന്നു. അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഫ്രണ്ടിൽ ഞാൻ നിൽപ്പുണ്ട്. വന്ന് കയറിയപ്പോൾ കണ്ട കാഴ്ച എന്താണെന്നറിയോ? ഈ സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുക എന്ന് പറയത്തില്ലേ, അതിലെ ഇങ്ങനെ പാകിസ്ഥാൻ വിട്ട് റോക്കറ്റ് പോലെ ഇങ്ങനെ ഒരു കറക്കൊക്കെ കറങ്ങി വന്ന് സല്യൂട്ട് അടിക്കുന്ന കാര്യം പോലും ആശാൻ മറന്നു. പിന്നെ ടീച്ചർ ഓർമ്മിപ്പിച്ചപ്പം ഇടത് കൈക്ക് അങ്ങ് സല്യൂട്ട് അടിക്കുമായിരുന്നു. സത്യത്തിൽ എനിക്ക് ഭയങ്കര നിരാശയും വിഷമം തോന്നി. കാരണം അത്രയും തയ്യാറാക്കി വിട്ടിട്ട് ആൾ ചെയ്ത് കണ്ടപ്പോഴേ. ശേഷമുള്ള ഫാൻസി ഡ്രസ്സിൻ്റെ അവസ്ഥയും സെയിം തന്നെ. എനിക്കും എൻ്റെ കണ്ണൊക്കെ ചെറുതായിട്ടൊക്കെ നിറഞ്ഞ്. എന്നിട്ട് ഞാൻ ആ ഒരു നിരാശയും സങ്കടവും ദേഷ്യമായിട്ട് പ്രകടിപ്പിച്ചത് നിധിയുടെ മുമ്പിലാണ്. സ്വാഭാവികമാണല്ലോ. ഇപ്പം നേട്ടമുണ്ടായാൽ നമ്മുടേതും, കോട്ടമുണ്ടായാൽ അത് പങ്കാളിയുടെയുമാക്കുക എന്നുള്ളത് നമ്മുടെ രീതിയാണല്ലോ. അപ്പോൾ എന്നിലെ രക്ഷകർത്താവ് അത്തരത്തിൽ വേദനിച്ചു. പക്ഷെ അന്ന് വൈകിട്ട് ഞാനിരുന്ന് ആലോചിച്ചു, എന്തുകൊണ്ടായിരിക്കാം അവൻ അങ്ങനെ പെർഫോം ചെയ്തത്. ശരിക്കും കാര്യം മനസ്സിലായി. അവന് സഭാകമ്പമുണ്ട്, പ്രസൻസ് ഓഫ് മൈൻഡ് ഇല്ല. ഒരു ഗ്രൂപ്പ് ആൾക്കാരെ കാണുമ്പോൾ പെട്ടെന്ന് അവൻ ഭയപ്പെടുന്നു. വേറെ എങ്ങൊന്നല്ല, എനിക്കുള്ള സംഭവം തന്നെയാണ്. ഞാനിപ്പോൾ ഇത്രയധികം സ്റ്റേജുകളിൽ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ചെയ്യുമെങ്കിലും അഭിനയിക്കുക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യം ചെയ്യുമ്പോൾ ഞാൻ ആർട്ടിഫിഷ്യലാകും. അവിടെ എനിക്ക് പെട്ടെന്നൊരു വിറയിലും വെപ്രാളൊക്കെ വരും. മാത്യു സാർ പറയുന്ന പോലെ ടാങ്കിലുള്ള സാധനമല്ലേ ടാപ്പി വരത്തുള്ളൂ. 5 വയസ്സായി, ഈ വർഷം കൊണ്ട് നോക്കാം, ഇത് ഉറപ്പിക്കണമല്ലോ. എന്തായാലും സ്റ്റേജിൽ കയറാൻ മടിയൊന്നുമില്ല ചേട്ടാ. സ്റ്റേജിൽ കയറാൻ എന്നുള്ള ആഗ്രഹം പറഞ്ഞു. ഇത്തവണ ടൈഗർ ആകണം എന്നായിരുന്നു തീരുമാനം. അങ്ങനെ ടൈഗറിൻ്റെ വേഷമൊക്കെ എടുത്തിട്ട് കുറച്ചുകൂടെ പഞ്ച് കിട്ടാൻ വേണ്ടി പുലിമുരുകലിൻ്റെ മ്യൂസിക്കൊക്കെ ഇട്ട് ഞങ്ങൾ റിഹേഴ്സൽ നടത്തി. വീട്ടിലിവിടെ ടൈഗറിൻ്റെ അഴിഞ്ഞാട്ടായിരുന്നു, കാണണമായിരുന്നു. ആക്രോശിക്കുന്നു, ഗർജിക്കുന്നു, ചാടുന്നു, മറിയുന്നു, ഭയങ്കര റിഹേഴ്സലൊക്കെ കഴിഞ്ഞ് സ്റ്റേജിൽ വന്ന് ചെയ്ത് എന്താണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്കിക്കൂ. 4 കാലിൽ ഗർജിച്ച് പോകേണ്ട ടൈഗർ പോയ പോക്ക് കണ്ടോ? 2 കാലിൽ. കാര്യം ചോദിച്ചു പറയുവാണേ, എനിക്ക് മുമ്പിലുള്ളവരൊക്കെ 2 കാലിലേ പോയാൽ, അതുകൊണ്ട് ഞാനും അങ്ങനെ പോകുന്നുള്ളതെന്ന്. ശേഷം ഫാൻസി ഡ്രസ്സിൻ്റെ അവസ്ഥയും ഇതുപോലെ തന്നെ. അവിടെ വന്നിട്ട് ആ സ്റ്റേജെ കാണിക്കേണ്ട ഒന്നും കാണിക്കാതെ ആൾക്കാർക്ക് മുഖം പോലും കൊടുക്കാതെ നിന്നു. ഇവനേക്കാളും പ്രായക്കുറവുള്ള കൊച്ചു പിള്ളേരൊക്കെ അതിഗംഭീരമായി സ്റ്റേജിൽ പെർഫോം ചെയ്തു. അവിടെയാണ് ആശാൻ ഇത്തരത്തിൽ പെർഫോം ചെയ്തിരിക്കുന്നത്. അവിടെ ഒരു കാര്യം ഉറപ്പിച്ചു, ആൾക്ക് സ്റ്റേജിൽ കയറാനുള്ള ധൈര്യമില്ല. അതിൻ്റെ അർത്ഥം ആൾക്ക് കഴിവില്ലെന്നാണോ? അല്ല, ആളുടെ കഴിവുകൾ വേറെ മേഖലയിലാണ്. അതെന്തൊക്കെയാണെന്ന് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. പബ്ലിക് സ്പീക്കിംഗ് നല്ല കഴിവുണ്ട്, ഒപ്പം തന്നെ സ്റ്റോറി പറയാനും. പിന്നെ ബാക്കിയുള്ള ഇൻ്റലിജൻസസ് ഞങ്ങൾ സയൻറ്റിഫിക്കായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ പിന്നീടൊരു വീഡിയോ പങ്കുവെക്കാം. നല്ല തുക മുടക്കി മക്കളെയൊക്കെ സ്റ്റേജിൽ കയറ്റുകയും വലിയ എക്സാംസുകളൊക്കെ എഴുതുകയും ചെയ്തിട്ട് നിരാശരാകുന്ന പല രക്ഷകർത്താക്കളെയും കണ്ടിട്ടുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ ഒരു സന്ദേശം പങ്കുവെക്കുന്നത്. മത്സരങ്ങൾ മികവുകൾ കണ്ടെത്താൻ വേണ്ടി മാത്രമുള്ളതല്ല, എന്തൊക്കെ കഴിവുകളില്ല എന്ന് തിരിച്ചറിയാൻ കൂടി വേണ്ടിയുള്ളതാണ്. അതിനെ പൂർണ്ണമായും സ്വീകരിക്കാൻ നാം തയ്യാറാകണം. ഒപ്പം കണ്ടെത്തിയ മേഖലയിലെ കഴിവ് വളർത്താനുള്ള സാഹചര്യം ഒരുക്കുവാനും. അല്ല ലോക്കി.